ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കിലൊക്കെ പെട്ടുപോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഖത്തറിലുള്ള കോർണിഷിലാണ്. ദോഹയുടെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന കോർണിഷ് എന്നുള്ള വാട്ടർ ഫ്രണ്ട്, അതായത് ഏകദേശം നമ്മുടെ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് സൂക്ക് വഖഫ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് നേരെ അണ്ടർ പാസ് ഉണ്ട് ഇങ്ങോട്ട്, അതുവഴി കയറി കഴിഞ്ഞാൽ നേരെ ഇവിടെ എത്തും. കടലിൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ട് കയറി നിൽക്കുന്നൊരു ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ നേരെ ആ സൈഡിൽ കാണുന്ന കടലിലെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ളത് നമ്മുടെ ഖത്തറിനെ പറ്റി എവിടെ വാർത്തയിലൊക്കെ കാണുമ്പോഴും കാണുന്ന ആ ബിൽഡിങ്ങുകളാണ്. ഖത്തറിൻ്റെ ബിസിനസ് ബേ ആണ്. എല്ലാ ഒരുവിധം ഓഫീസുകളും ഒക്കെ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. സിറ്റി സെൻറ്ററൊക്കെ ആ ഭാഗത്തായിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ നടക്കാം. ഏകദേശം 7 കിലോമീറ്ററോളം ഉണ്ട്. നമുക്ക് നടന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് കാഴ്ചകളൊക്കെ കാണാം. ഈ കാണുന്നത് ഇവിടുത്തെ ഈ സ്കൂട്ടറാണ്. നിങ്ങൾക്ക് കാർഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ എടുത്ത് റൈഡ് ചെയ്യാം. ചെറിയൊരു പേയ്മെൻറ്റ് വരുന്നുണ്ട്. ഈ കാണുന്ന റെഡ് കളറിലുള്ള ട്രാക്ക് സൈക്കിൾ ട്രാക്കാണ്. പിന്നെ മറ്റേ ബ്ലൂ കളറിലുള്ള ജോഗിങ് ട്രാക്ക്. രണ്ടുമുണ്ട്. നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ്. ഈ ജോഗിങ് ട്രാക്കിൽ നടക്കാൻ പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈവനിങ് ഒക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ലൊക്കേഷനാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. എന്ത് ഭംഗിയുള്ള വ്യൂ ആണല്ലേ. ഇവിടെ ഈ വെള്ളത്തിനോട് ചേർന്ന് ചെറിയ ചെറിയ ഗ്യാപ്പുകളുണ്ട് കേട്ടോ ഇരിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ ആ ഗ്യാപ്പിൽ വന്ന് ഞാൻ കുറച്ച് വെള്ളത്തിനോട് ചേർന്ന് അടുത്തിറങ്ങിയിട്ട് കുറച്ച് നേരം ഇരുന്ന് നോക്കിയതാണ്. ചെറിയ ചെറിയ കൽപ്പടവുകളുണ്ട്. ഇരിക്കാൻ നല്ല സുഖമാണ്. നമ്മുടെ നാട്ടിൽ കുളത്തിനൊക്കെ വക്കത്തൊക്കെ പോയിരിക്കുന്ന ആ ഒരു ഫീലാണ്. നല്ല തണുത്ത കാറ്റും ഉണ്ട്. അപ്പോൾ ആ കാറ്റൊക്കെ കൊണ്ട് ഈ ബോട്ടൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ലൊരു സുഖമാണ്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഒരുപാട് പേര് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. ചൂണ്ടയൊക്കെ ഇട്ടിട്ട് മീൻ പിടിക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരെ കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ കാണാവുന്നതാണ് ഈ ഒരു കാഴ്ച. ഇത് മുന്നേ വേൾഡ് കപ്പിൻ്റെ ടൈമിൽ എല്ലാ രാജ്യത്തിൻ്റെയും ഫ്ലാഗൊക്കെ വെച്ചിരുന്ന ഒരു ഏരിയയാണ്. ഇതാണ്ടോ സെർബിയ, സ്വിറ്റ്സർലാൻഡ്, അങ്ങനെ ഒരുപാട് കൺട്രികളുടെ ഫ്ലാഗൊക്കെ വെച്ചിരുന്ന ആ ഫ്ലാഗ് പോസ്റ്റുകളാണ്. പിന്നെ ഇത് ഫിഫ വേൾഡ് കപ്പിൻ്റെ കൗണ്ട് ഡൗണിന് വെച്ചിരുന്ന ക്ലോക്കാണ്. ഫുട്ബോളിൻ്റെ ഒരു ക്ലോക്കാണിത്. ഇപ്പോഴും അതവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ഡെയിലി ടൈമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇവിടുത്തെ ഒരു 360 വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു മെയിൻ അട്രാക്ഷൻ സ്പോട്ടാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്സ്, പിന്നെ അതുപോലെ തന്നെ ഖത്തർ മ്യൂസിയം, അങ്ങനെ ഒരുപാട് സൂക്ക് വഖഫ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾക്ക് കണ്ട് പോകുന്നതിന് കൂടെ കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കോർണിഷ്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ ഈ കാഴ്ചയൊക്കെ കണ്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ മെയിൻ ഒരു പോയിൻ്റാണ് ഈ കാണുന്നത്. ഇതൊക്കെ വേൾഡ് കപ്പിൻ്റെ മെമ്മറീസാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ബോട്ടുകളുണ്ട്. ബോട്ട് റൈഡ് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ കോർണിഷിൻ്റെ കാഴ്ചകൾ പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും ഒരുപാട് കോർണിഷിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. നമ്മുടെ ചാനലിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കോർണിഷിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.